എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 1ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് പരീക്ഷ? അടിപൊളിയല്ലായിരുന്നു എക്സാം അല്ലേ? എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സെറ്റഡാ മക്കളെ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 2 ആണ്. ഇവിടെ നോക്കൂ, ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്. കൗണ്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറയുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ വോംസിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നു, എഴുതുന്നു. ആൻസിനെ കൗണ്ട് ചെയ്യുന്നു, 5 എന്ന് എഴുതുന്നു. സ്മോൾ ബക്സിനെ കൗണ്ട് ചെയ്യുന്നു, എഴുതുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് പാർട്സിലൊക്കെ മാത്സിൻ്റെ കണ്ടിട്ടില്ലേ, കാണണേ, കൗണ്ട് ചെയ്ത് എഴുതാനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളത്തെ എക്സാമിന് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാണാത്തവരൊക്കെ അത് പോയി കാണുക. അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അതൊക്കെ പോയി ഒന്ന് കാണണം മക്കളെ. ഓക്കെ, സെറ്റ് ആണല്ലോ. അടുത്തതിലേക്ക് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്ക് ഇട്ടോളൂ. അതിനൊന്നും കുഴപ്പമില്ല, ഒരു ലൈക്ക് അല്ലടാ, ഒരു ലൈക്ക് ഇട്ടോളൂ. റെഡി? അപ്പോൾ അടുത്ത ചോദ്യം, റൈറ്റ് ദ നമ്പർ ഓഫ് കേജസ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ. 3, 5, 6 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോവാണ്. പറവകൾ അല്ലേ. നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം അല്ലേ. ഇതാരാ നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ വരച്ച് യോജിപ്പിക്കൂ എന്നാണ്. പച്ച നിറമുള്ളത് തത്തയ്ക്കാണ്. അതേപോലെ തന്നെ തേൻ കുടിക്കുന്നത് തേൻകുരുവിയാണ്. വളഞ്ഞ ചുണ്ടുള്ളത് ആരാ, പരുന്തിനാണ്. അതേപോലെ തന്നെ കാക്ക എന്ന് പറയുന്നത് മീൻ തിന്നുമാണ് അല്ലേ. കോഴിയോ വീട്ടിൽ വളർത്തും അല്ലേ. അവിടെ വരച്ചു കൊടുക്കുക, അതേപോലെ തന്നെ എഴുതിയും കൊടുക്കുക അല്ലേ. കോഴി വീട്ടിൽ വളർത്തും എന്നുള്ളത് അല്ലേ. യെസ് എടാ മക്കളെ. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോവാണ്. കളിപ്പാട്ടം. പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കൂ. കളിച്ചിരി അല്ലേ. ചിരി കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണ് കളിപ്പാട്ടം അല്ലേ. കളിച്ചിരി എന്ന് പറഞ്ഞിട്ട് ചിരി കളിച്ചിരി. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള എന്ത് എഴുതി കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കണ്ടോ, കളിച്ചിരി, ചിരി കളിച്ചിരി നല്ല കളിപ്പാട്ടം അല്ലേ. വണ്ടിയാണ് കളിപ്പാട്ടം അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പി ആണ് കളിപ്പാട്ടം, വണ്ടിയാണ് കളിപ്പാട്ടം, ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. സെറ്റല്ലേ. ഇത് കഴിഞ്ഞ് നേരെ അടുത്ത പേജിലേക്ക് പോവാണ്. പ്രവർത്തനം 8 അല്ലേ. കളികൾ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഉണ്ട്. എന്തൊക്കെ കളികളാണെന്നുള്ളതാണ് അല്ലേ. ഇവിടെ ഒളിച്ചു കളിയുണ്ട്, കബഡിയുണ്ട്, കുളങ്കരയുണ്ട്, തൊട്ടുകളിയുണ്ട്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിയിടേണ്ടത്. അപ്പോൾ കുളങ്കരയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, ശരിയിട്ടു. ചാടിക്കളി, തൊട്ടുകളി, ഒളിച്ചുകളി, കബഡിക്കളി അല്ലേ. ഇതിനൊന്നും ഉപകരണങ്ങൾ വേണ്ട. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ശരിയിട്ട് കൊടുത്തു. സിമ്പിൾ എക്സാം ആയിരുന്നു. ഇതേപോലെ നാളത്തെ എക്സാം അടിച്ചുപൊളിച്ച് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും പിന്നെ ലൈക്ക്